ഞങ്ങളിന്ന് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ രാവിലെ ഒരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇന്നും പതിവ് പോലെ 4 മണിക്ക് തന്നെ ഇറങ്ങി. നമ്മൾ ഇരിട്ടി എത്താറായിട്ടുണ്ട്. ഇരിട്ടിയിൽ നിന്ന് നമ്മൾ മാക്കൂട്ടം ചുരം, ഗോണിക്കൊപ്പ, പിന്നെ മൈസൂർ ടൗൺ ടച്ച് ചെയ്യില്ല. മൈസൂർ എക്സ്പ്രസ് ഹൈവേ വഴി കയറി ബാംഗ്ലൂർ. ഇതാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിട്ടി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ഇരിട്ടി റോഡൊക്കെ വലിയ വീതിയൊന്നുമില്ല, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇരിട്ടി പാലത്തിൻ്റെ അവിടെയുള്ളൊരു ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ ചെന്ന് കയറാൻ പോകുന്നത്. ഇരിട്ടി പാലം ഇപ്പോൾ പുതിയ പാലം വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് പഴയ ബ്രിട്ടീഷുകാർ പണിഞ്ഞൊരു പാലം കൂടി എൻ്റെ വലതുവശത്തായിട്ട് ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇതാണ് ഇരിട്ടി പാലം. നമ്മുടെ വലതുവശത്തോടെ തന്നെ ഇരിട്ടി പുഴ ഉണ്ട്. ഇത് നമ്മുടെ ബോർഡറാണ് ശരിക്കും പറഞ്ഞാൽ. ഇതാണ് നിങ്ങൾ നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ ഇഷ്ടംപോലെ വഴിയരികിൽ കിടക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങോട്ട് റോഡിനൊക്കെ അത്യാവശ്യം വീതിയുണ്ട്. നമ്മൾ ബോർഡർ ആയതുകൊണ്ട് റോഡൊക്കെ അത്യാവശ്യം വീതിക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ വന്നിട്ട് അധികം കാലമൊന്നും ആയില്ല. നമ്മൾ പോയി തുടങ്ങുന്ന സമയത്തൊന്നും ഈ റോഡ് വന്നിട്ടില്ലല്ലോ. നമ്മൾ പോയി കഴിഞ്ഞല്ലേ ഇതിനൊക്കെ വീതി കൂടിയത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. വണ്ടിക്ക് പോയി തുടങ്ങിയപ്പോൾ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ ബസ്സിന് ഒക്കെ പോകുമ്പോൾ ഇല്ല. ഇവിടുന്ന് നമുക്ക് ബോർഡർ വരെ നമുക്ക് പറന്നു പോവാം. കാരണം റോഡിന് അത്യാവശ്യം വീതിയും അത്യാവശ്യം മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം രാത്രി ആയാലും നമുക്ക് കുഴപ്പമില്ല. കണ്ണൂർ ജില്ലയുടെ തെരുവീഥികളിൽ കൂടി ചീറിപ്പായുന്ന വാഹനത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. 268 കിലോമീറ്റർ നമ്മൾ ശരവേഗത്തിൽ കവർ ചെയ്യുന്നതാണ്. സംഭവം സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല ഇതിലൊന്നും, പക്ഷേ നമുക്ക് റോഡിലും സൈഡിലും എല്ലാം നല്ല റിഫ്ലക്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാക്കൂട്ടം ചുരത്തിൻ്റെ എൻട്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പുതിയ പാലമാണ്. ഇവിടെ ഒരു പഴയ പാലം ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ കൂടെ, മാറി ഇപ്പോൾ പുതിയ പാലം വന്നു. ഈ മാക്കൂട്ടം ചുരമാണ് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് സിനിമയുടെ ലൊക്കേഷൻ. അവർ പറയുന്ന സിനിമയിൽ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെയുള്ള ചായക്കടയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഈ ചുരത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു പണ്ട്. അങ്ങനെയല്ല, നമ്മൾ തുടക്കകാലത്തൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ഭയങ്കര ഗുരുതരാവസ്ഥയായിരുന്നു. അതായത് 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ, പിന്നെ മുഴുവൻ പൊളിഞ്ഞടങ്ങുന്ന റോഡായിരുന്നു. അപ്പോൾ മുമ്പിൽ ലോറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഈയിടെയായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ അവർ ടാർ ചെയ്ത് ഇടയ്ക്ക് ടാർ ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ ഇതിൻ്റെ കണ്ടീഷൻ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ അത്യാവശ്യം വൃത്തിക്ക്
അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അപ്പോൾ ഇപ്പം നമുക്ക് അധികം സമയമൊന്നും വേണ്ട കയറി പോകാൻ വേണ്ടിയിട്ട്. മഴ കഴിയുമ്പം എന്താവും ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് കണ്ടറിയാം. സാധാരണ രീതിയിൽ ഇവർ കഴിഞ്ഞ മുമ്പിലത്തെ വർഷങ്ങളൊക്കെ ടാർ ചെയ്യും, ഒരു മഴ കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഇതുപോലെ തന്നെ പൊളിഞ്ഞു തുടങ്ങും. വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്ന റൂട്ടാണ്, ചരക്ക് മൂവ്മെൻറ്റും അല്ലാണ്ടും ബസ്സുകളും എല്ലാം. ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന ബസ്സുകളെല്ലാം ഇതുവഴിയാണ് വരുന്നത്. അപ്പോൾ ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ കാര്യം അങ്ങ് തീരുമാനമായി കിട്ടും. നിലവിൽ ഉണ്ടോ വൃത്തിക്ക് ടാർ ചെയ്തിട്ടുണ്ട്, മാർക്കിങ്ങും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതാണ് ചുരം. വന്യമൃഗങ്ങളുണ്ടെന്നൊക്കെ ബോർഡൊക്കെ അവിടെ ഇവിടെയും കാണാം. പക്ഷെ പൊടിക്ക് പോലും ഞങ്ങൾ ഇതുവരെ ഇത്രയും കാലമായിട്ട് ഒരു വന്യമൃഗത്തെ പോലും, ഈവൻ മാനിനെ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുരങ്ങിനെ കണ്ടിട്ടുണ്ട്. കുരങ്ങിനെ ഇപ്പം അടുത്തടുത്തായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലേ? പണ്ട് സ്ഥിരം ഒരു അപ്പോൾ ഈ വേനലിങ് വന്ന പിന്നെ നമ്മൾ കുരങ്ങിനെ കണ്ടിട്ടില്ല. അല്ല സാധാരണ രീതിയിൽ ചുരം ഇറങ്ങുന്ന സമയത്തും ഒക്കെ രാവിലെ കാണാറുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരം. അപ്പം അങ്ങനെയാണ് സമയം 5:15. നമ്മൾ നോർമലി 5 മണിക്ക് വരുന്നതാണ്. സാധാരണ യാത്രകളിൽ 5 മണിക്ക് ചുരം കയറി തുടങ്ങുന്നതാണ്. 6 മണിയാവും ചുരം മുകളിൽ കയറി എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നിലവിൽ ഇപ്പോൾ 5:15 നമ്മൾ ചുരം കയറുമ്പോൾ. ഇങ്ങനെ പോയാലും എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് 45 മിനിറ്റ് 3/4 മണിക്കൂർ കൊണ്ടൊക്കെ കയറി കിട്ടണം. നമ്മൾ അത്ര സ്പീഡിലൊന്നും അല്ല പോകുന്നത്, ഇച്ചിരി പതുക്കെയൊക്കെ പോകത്തുള്ളൂ. അപ്പം പിന്നെ ഇടയ്ക്ക് ഇച്ചിരി മോശം റോഡുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നു, അപ്പം അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ചുരം കയറി എത്തിയിട്ടില്ല, അത് 2ാമത്തെ ചെക്ക് പോസ്റ്റ്. മുമ്പിലൊരു ബസ്സുണ്ടല്ലോ. അങ്ങോട്ട് പോകുന്ന പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ്സായിരിക്കും. മൈസൂർ ട്രിപ്പ് പോകുന്നവരൊക്കെ പോകുമല്ലോ. ടിപ്പറൊക്കെ ഇതിൽ രാവിലെ പറന്നു. അവന്മാർ ലോഡ് വണ്ടി ആയാലും അത്യാവശ്യം സ്പീഡിലാണ് പോവുക. കല്ലുവണ്ടിയും അല്ലാണ്ട് ടിപ്പറും ഒക്കെ ഇഷ്ടംപോലെ വരും. ഇറങ്ങി വരും ഇവർ ഭയങ്കര സ്പീഡിൽ. ഇപ്പോൾ ശ്രദ്ധിച്ച് കയറിപ്പോയില്ലെങ്കിൽ റിസ്ക്കാണ്. ആ ബസ് കത്തിയത് എങ്ങനെയായിരിക്കും? അല്ലേ അത് ന്യൂസിലൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. കണ്ടായിരുന്നു? കോഴിക്കോട് എവിടെയെങ്ങാണ്ട് ബസ് കത്തിയെന്നെങ്ങാണ്ട് കണ്ടായിരുന്നോ? ഇവിടെ ഈ ചുരത്തി കത്തിയത് ഞാൻ കേട്ടില്ല. കോഴിക്കോട് ബസ്സാണോ കത്തിയെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരു KSRTC ബസ് കത്തിയത് ന്യൂസിലുണ്ടായിരുന്നു. പക്ഷെ ഇത് കത്തി കിടക്കുന്നത് തന്നെയല്ലേ ഇവിടെ കണ്ടത്? അതെ. ഈ റൂട്ടിൽ കോട കയറിയ പിന്നെ വണ്ടി ഓടിക്കൽ ഭയങ്കര റിസ്ക്കാണ്. ഞങ്ങളങ്ങനെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒന്നും കാണാൻ സാധിക്കില്ല. പിന്നെ അധികം വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓടിച്ച് പോവാം എന്നുള്ളത്. പുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ആക്സിഡൻറ്റ് പ്രോൺ സോൺ. ഇവിടെ മെയിനായിട്ട് മാർക്കെല്ലാം വെച്ചിട്ടുണ്ട് സൈഡിൽ കൂടെ. ഇവിടെ മെയിനായിട്ട് നടക്കുന്ന അപകടങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ചെരിഞ്ഞു പോകുന്നതാണ്. ഒന്നെങ്കിൽ അതായത് വെയിറ്റുള്ള വണ്ടികൾ, ഈ നാഷണൽ പെർമിറ്റ് ലോറികൾ സൈഡ് ചേർത്തെടുക്കുമ്പോൾ സൈഡൊന്നും അത്ര ഉറപ്പൊന്നുമില്ല. ഈ മണ്ണിട്ട് പൊക്കിയേക്കണതൊക്കെയാണ്. വേണ്ട ഈ സൈഡിൽ കൂടി കണ്ട. അപ്പോൾ അങ്ങോട്ടങ്ങനെ സൈഡാക്കുമോ ഇവർ, സൈഡ് കൊടുക്കുന്ന വഴിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർക്ക് ചെയ്യാനൊക്കെ സൈഡാക്കുന്ന വഴിക്ക് ഇത് ചെരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയാണ് മിക്കവാറും അപകടങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഇതുവഴി പോകുമ്പോൾ. അല്ലാണ്ടുള്ള അപകടങ്ങൾ റെയറാണ്. ഉറങ്ങിപ്പോയിട്ടൊക്കെ പോകുന്നത് ചിലപ്പോൾ വണ്ടികൾ കാണാം കാട്ടിലൊക്കെ കിടക്കണത്.
ഉറങ്ങിപ്പോകുന്ന കേസ്. അങ്ങനെയുള്ളൂ. അത്യാവശ്യം വെട്ടം വേണം. ഇപ്പോൾ സമയത്ത് 5:41. ബയോ ബ്രേക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം ചുരത്തിൻ്റെ മുകളിലെത്തി കഴിഞ്ഞു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഹോട്ടലുണ്ട്. ഈ ഹോട്ടൽ അങ്ങനെ തുറന്ന് കണ്ടിട്ടില്ല. ചിലപ്പോഴൊക്കെ തുറക്കും, അങ്ങനെയുള്ള പരിപാടി. അത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഒരു ഹോട്ടലാണ്. അത് കഴിഞ്ഞ് കൂർഗ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെയായിരുന്നു ഞങ്ങൾ പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. നോർമലി നമ്മൾ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഇവിടുന്ന് കഴിക്കാറില്ല, കാരണം അത് ഓപ്പൺ ആവാറില്ല. ഇപ്പോൾ സമയം 5:50. എനിക്ക് തോന്നുന്നു എങ്ങനെ വലിയ 7 മണിയായിട്ട് ഈ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ വന്ന ഒരു പുതിയ ഹോട്ടലാണ് ഈ വലതുഭാഗത്തുള്ള ഒരു പെപ്പർ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടൽ. ഇപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് സാധാരണ ഇവിടുന്ന് ഇപ്പോൾ കഴിക്കാറുണ്ട്. എങ്ങനെ പോയാലും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല, ഓപ്പൺ ആവാത്തതുകൊണ്ട്. ഞങ്ങൾ സാധാരണ അങ്ങ് കുറച്ചുകൂടി അങ്ങ് മാറിയിട്ട് ഉള്ള ഹോട്ടലുകളിലാണ് കഴിക്കാറ്. ഇപ്പോൾ ചുരം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വിരാജ്പേട്ട ഗോണിക്കൊപ്പ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 5:15 ചുരം കയറാൻ നോക്കിയിട്ട് 5:45 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ 5:45 കഴിഞ്ഞപ്പോൾ അരമണിക്കൂറിന് മുകളിൽ 35-40 മിനിറ്റ് മാക്സിമം. നല്ല സ്പീഡിൽ പോകുകയാണെങ്കിൽ അരമണിക്കൂർ ഇപ്പോൾ വേണ്ട ശരിക്കും പറഞ്ഞാൽ ഈ ചുരം കയറാൻ. ആ റോഡ് നന്നായതുകൊണ്ടാണ്. അപ്പോൾ അത്ര ആവശ്യമുള്ള സ്ഥലത്താണ് നമ്മൾ ഈ പണ്ട് 1 മണിക്കൂർ എടുത്തുകൊണ്ട് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് സ്ട്രെച്ചൊക്കെ, ഈ ചുരത്തിൻ്റെ ലാസ്റ്റ് സ്ട്രെച്ചൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കുളമായി കിടന്നിരുന്ന സ്ഥലമാണ്. അതിപ്പോൾ നമ്മൾ 5 മിനിറ്റ് പോലും ശരിക്കും വന്നില്ല ലാസ്റ്റ് സ്ട്രെച്ച് കയറാൻ വേണ്ടി. നല്ല വീതിയുണ്ട്, നല്ല വീതിയുണ്ട്, നല്ല റോഡുമുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഏരിയ നല്ല ഏരിയയാണ്. നല്ല അത്യാവശ്യം നല്ല മരങ്ങളും ഇച്ചിരി കോടയൊക്കെ സാധാരണ രീതിക്ക് ഇവിടെ കയറി എത്തുമ്പോഴത്തേക്ക് ഇച്ചിരി കോട കാണാറുണ്ട്. ഇന്ന് അതൊന്നും ഇല്ല. ഇച്ചിരി മഴക്കാറുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ മെയിൻ റോഡിലേക്ക് എൻട്രി ആവുകയാണ്. നമ്മൾ ജസ്റ്റ് മെയിൻ റോഡിലോട്ട് പ്രവേശിക്കുകയാണ്. ഗോണിക്കൊപ്പ 12 കിലോമീറ്റർ. അത്യാവശ്യം നല്ല റോഡാണ്. ഒരു 70 km/h അല്ലെങ്കിൽ 80, അതിലൊക്കെ സുഖമായിട്ട് നമുക്ക് ഈ റോഡ് വഴി പോവാം. ഞാൻ ഒരു ഗ്ലൂ വെച്ച് അവിടെ ഒട്ടിച്ചേക്കുക. കുറച്ചുകൂടി ഈസിയാണ് ഇങ്ങനെ ഒട്ടിച്ചാലേ. അതായത് നമ്മൾ ഈ സെറ്റപ്പ് കോംപ്ലിക്കേറ്റഡ് ആക്കും തോറും നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. ചില്ലയിലൊക്കെ പിടിപ്പിക്കുന്ന സ്ക്രൂ ഒക്കെ വെച്ച് നമ്മൾ ചില്ലയിലൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചാൽ പിന്നെ അത് സ്ക്രൂ മുറുക്കണം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ചെറിയൊരു സോക്കറ്റ് പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ അത് നമ്മുടെ ഈ ഡാഷ്ബോർഡിൽ ഒട്ടിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ്. ഇവരുടെ ഡബിൾ സൈഡഡ് ടേപ്പ് മേടിച്ചാൽ എത്ര കാലം, ഇതിപ്പോൾ എത്ര കാലം നിൽക്കുമെന്ന് അറിയില്ല.
വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അത് പട്ടയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു പോകും. നിലവിൽ അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് സാധനം അവിടെ അങ്ങ് വെച്ചാൽ മതി. പിന്നെ ചാർജിങ്ങിനായാലും നമുക്ക് കുത്തിയിടാം. മറ്റേന്നൊക്കെ വെച്ചാൽ നമ്മൾ പിടിപ്പിച്ച് വെച്ചാൽ പിന്നെ ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. നല്ലൊരു വൃത്തിയുള്ള ഏരിയ അല്ലേ? ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് ദൂരം കാണാൻ പറ്റുന്നുണ്ടോ? അല്ല അതുകൊണ്ട്, പക്ഷേ റോഡ് സൈഡൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ക്ലീനാണ്. ചെടിയൊക്കെ വളർത്തിയിട്ടേ. ചെടിയൊക്കെ വളർന്നിട്ടേ, കാടല്ല, ഒന്നും വളർത്തുന്ന ചെടിയല്ലല്ലോ, വളർന്നു വരുന്നതല്ലേ. ഇന്ന് ഇച്ചിരി മഴക്കാറുണ്ട്. അല്ലെങ്കിൽ നോർമലി സൺറൈസിൻ്റെ സമയത്ത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നല്ല വലിയ സൂര്യൻ കാണാൻ വേണ്ടി പറ്റി, ചുവന്ന സൂര്യൻ. ഇപ്പം നമ്മൾ ഗോണിക്കൊപ്പ എന്ന് പറഞ്ഞ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ടൗണാണ്, ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പേർക്ക് ജീപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല ടൈപ്പ് ജീപ്പുകൾ പോകുന്നതാണ്, പഴയ വണ്ടികൾ. എനിക്ക് തോന്നുന്നു കൃഷിയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അപ്പം അവർക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഇതിനു വേണ്ടിയൊക്കെ ഇപ്പോഴും ജീപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നാട്ടിലെ ആൾക്കാർ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സമയം ഇപ്പോൾ 6:15. ഇനി കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ സ്ട്രെച്ചാണ്. സാധാരണ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല സുഖമുള്ള ഒരു ഏരിയ. അതായത് വളഞ്ഞ് പോകുന്ന റോഡുകൾ, പിന്നെ കാപ്പിത്തോട്ടമാണ് രണ്ട് സൈഡിലും മെയിനായിട്ട് ഉള്ളത്. പിന്നെ സൈഡിലൊക്കെ നല്ല ചെടികൾ ഉണ്ടാവും. ഈ വേലിക്കലുള്ള ചെടികളൊക്കെ, ചെമ്പരത്തി പോലുള്ള ചെടികൾ, പിന്നെ നീളമുള്ള മരങ്ങൾ, അങ്ങനെയുള്ളൊരു സെറ്റപ്പ്. ഒരു മൂന്നാർ ഒരു വൈബ്. കണ്ട സൈഡിൽ മൊത്തം ചെമ്പരത്തിയാണ്, വേലിക്കൽ. ദേവരപുര, അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ദേവരപുര.
ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നല്ല അടിപൊളി ഗ്രീനറിയാണ്. നമ്മൾ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറാൻ പോവാണ്. ഇത് എനിക്ക് തോന്നുന്നു നാഗർഹോളെ നാഷണൽ പാർക്കിൻ്റെ ഒരു ബോർഡർ ഏരിയ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അധികം മൃഗങ്ങളൊന്നുമില്ല ഈ ഒരു ഏരിയയിൽ. പക്ഷേ ആനയൊക്കെ ഉണ്ട്. ആനനെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ മാന്, കൂടുതലായിട്ട് മാനിനെയാണ് കാണാറുള്ളത്. മാനും കുരങ്ങും. അതും പക്ഷേ നമ്മൾ റോട്ടിലൊന്നും അങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല, അപൂർവമായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബോർഡർ സൈഡ് ആയതുകൊണ്ടാണ് മൃഗങ്ങളധികം ഇല്ലാത്തത്. ഈ റോഡ് കണ്ട അങ്ങ് തല വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിൽ സാധാരണ അധികം കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് റോഡിൻ്റെ അങ്ങേ അറ്റം വരെ കാണാമെന്നുള്ളത്. കുറേ ദൂരം ഇവിടെ എന്ന് വെച്ചാൽ അങ്ങ് ദൂരെ വരെ കാണാം. ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്കിവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ഒരു 20 രൂപ മേടിക്കും. എന്തിനാണെന്നും അറിയത്തില്ല. KL രജിസ്ട്രേഷൻ വണ്ടികളുടെ കയ്യിൽ നിന്ന് മാത്രമേ മേടിക്കത്തുള്ളൂ. കർണാടക രജിസ്ട്രേഷന് പ്രശ്നമില്ല. ചിലപ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ, എപ്പോഴും ഒന്നുമില്ല. സ്ഥിരമുള്ള പരിപാടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവർ തോന്നിയ പോലെ മേടിക്കുന്നതുകൊണ്ട് നമുക്കത് കൊടുക്കാതിരുന്നിട്ട് പിന്നെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പ്രാവശ്യം മേടിക്കും തോന്നുന്നു. ആരവിടെ നിൽക്കാണ്ട് നോക്കാം നമുക്ക്. ഇല്ല, മേടിക്കുന്നില്ലെന്ന് തോന്നുന്നു. മേടിച്ചു ഗൈസ്. ഇങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സൗകര്യം പോലെയൊക്കെയാണ്. ചുമ്മാ നമ്മൾ നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇപ്പുറത്ത് ആരും ഇല്ലായിരുന്നു. അപ്പുറത്ത് പുള്ളി അവിടെ ചുമ്മാ ഇരുന്ന് കൈ പോക്കി കാണിച്ചു. ഞാൻ നിർത്തിയോണ്ട് പുള്ളി വന്ന് മേടിച്ചു. 20 രൂപ. ഇതേ മാൻ കണ്ട, ഇതേ ഇഷ്ടം പോലെ മാൻ. ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ എന്തോ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എന്തോ പരിപാടിയോ ഫങ്ഷൻ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ ഇത്ര ആൾ വന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ പരിസരത്ത് ഉള്ള ആൾക്കാരാണോ അതോ പുറത്തുനിന്ന് വല്ലതും വന്നവരാണോ എന്ന് അറിയില്ല. വലിയ ഫങ്ഷൻ പോലെയാണ്. ഇഷ്ടംപോലെ വണ്ടികളും ആൾക്കാരും ഒക്കെ. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ നിർത്തി ചെറിയ പൂജയും പരിപാടികളൊക്കെ നടത്തി പോകുന്നതാണ്.
ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ മൈസൂർ മടിക്കേരി ഹൈവേയിലോട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു 100 മീറ്റർ ഇപ്പോൾ ഇവന്മാരിങ്ങനെ കുഴിച്ചിട്ടേക്കുകയാണ്. കാണുമ്പോൾ നല്ല വീതിയുള്ള റോഡായിട്ട് തോന്നും, പക്ഷേ വീതിയുണ്ട്. നല്ല റോഡല്ല, പക്ഷേ ഫുൾ കുഴിയാണ്. നമ്മളൊരു 10 കിലോമീറ്റർ മുകളിൽ പോയ വണ്ടി കുലുങ്ങി വേണമെങ്കിൽ മറിയും. നമ്മൾ കുലുങ്ങി ഹൈവേയിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് വലത്തോട്ട് പോകും. ഓക്കെ. മക്ഡൊണാൾഡ്സിൽ കയറണം. ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. സാധാരണയായിട്ട് ഇപ്പോൾ ഈ ഹോട്ടലിലാണ് കയറാറ്. ബാത്റൂം തിരക്കേടില്ല, റെസ്റ്റ് റൂംസ് അത്യാവശ്യമുണ്ട്, വലിയ കുഴപ്പമില്ല. ഫുഡ് ഇവർക്ക് ഇതിനേക്കാളും ബെറ്ററായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ബട്ട് സ്റ്റിൽ ഓക്കെ. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും ലഘുവായിട്ട് ഇവിടുന്ന് സാധാരണ കഴിച്ചിട്ട് യാത്ര തുടരും. സോ ഫോർ നൗ ബൈ ബൈ. ഇതൊക്കെ വരില്ലായിരിക്കില്ലേ? അല്ലേ ഇറങ്ങിക്കോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് പേര്? ശ്രീകൃഷ്ണ കഫേ. നമ്മൾ ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെയാണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വലിയ ബോർഡാണ്, പെട്ടെന്ന് കണ്ടാൽ തിരിയും. ഫുഡ് കഴിക്കാം, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ നമ്മൾ ട്രാവൽ റെസ്യൂം ചെയ്തിരിക്കുകയാണ്. ഇനി ഡയറക്റ്റ് മൈസൂർ, ദെൻ ടു ബാംഗ്ലൂർ. ഓക്കെ. വെയിൽ നേരെ കണ്ണിലോട്ടാണ് ഇപ്പോൾ നിലവിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ.
എല്ലാം ആനുവൽ പാസിൽ നിന്നാണ് പോയത്. സൂക്ഷിച്ചു സാരംഗി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഒരു 800 മീറ്റർ വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാസ് ഒന്നുമില്ല, ഗ്യാസ് ഉപയോഗിക്കുന്നില്ല, ഫയർവുഡ് അത്രേ. അപ്പം പിന്നെ ഇനിയിപ്പം ഗ്യാസിന് വില കൂടിയത് അവർക്ക് ബാധകമല്ലായിരിക്കും. ഇതാ കാണുന്നതാണ് ഇൻഫോസിസ് മൈസൂർ ക്യാമ്പസ്. അങ്ങോട്ട് നോക്കൂ. ഓഹോ, സുന്ദരി വരുന്നോ? എന്നോട് കഴിഞ്ഞോണ്ട് പറഞ്ഞു ഇവിടുത്തെ ചായ പറ്റണില്ല, മസാല ദോശ പറ്റണില്ല, ക്ലൈമറ്റ് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിലും മനസ്സൊക്കെ ചഞ്ചലപ്പെടുവാണെങ്കിൽ പറട്ടാ. പറയില്ലേ ഓണം വെക്കേഷൻ? ഓണം വെക്കേഷൻ ഒന്ന് ആലോചിക്കുക. പക്ഷെ അപ്പൊ വേറെ പരിപാടി മറ്റേ നാട്ടില് ചാക്കലോട്ടൊക്കെ കാണും. അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കഴിഞ്ഞോണം ചാക്കലോട്ടത്തിന് വേണ്ടിയിട്ടാ എന്നെ തേച്ചത്. എന്നാ പിന്നെ ശരി, എന്നാ ആയിക്കോട്ടെ. നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയുടെ ടോൾ ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് നിലവിൽ 100 km/h ആണ്. ഇനീഷ്യലി 120 പിന്നെ കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ അത് 100 ആക്കി. 120 ഓക്കെ ആയിരുന്നു ഈ ഹൈവേയിൽ, കാരണം അതിനുള്ള വീതിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ആൾക്കാർ ഒരു റെസ്പോൺസിബിൾ അല്ലാത്ത ഡ്രൈവിങ് കാരണം ആക്സിഡൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നതുകൊണ്ട് അവരത് വണ്ടിയുണ്ടോ നോക്കി.
വെയിലായിട്ട് ഇത് പച്ചക്ക് നിൽക്കുന്നുണ്ടല്ലേ. നനയ്ക്കുന്നുണ്ട് അവര്. കോളാമ്പിയാണ്, കോളാമ്പി ചെടിയാണ് അല്ലേ. മഞ്ഞ കോളാമ്പി. ഈ ബോഗൻവില്ലയുടെ കമ്പ് വേണമായിരുന്നല്ലേ. ഇത് നമ്മുടെ അവിടെ ഉണ്ട്. ഇത് തന്നെയല്ലേ, സെയിം അല്ലേ, പിങ്ക് അല്ലേ. പക്ഷെ ഈ നല്ല വെയിൽ കിട്ടുന്നുണ്ട്. നല്ല ഫുള്ള് നിൽക്കണം, എന്നാലേ അതിൻ്റെ രസം വരത്തുള്ളൂ. വളം ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഇവിടെ 2 കളറുണ്ട് ശരിക്കും പറഞ്ഞാൽ. ശ്രദ്ധിച്ചാ ലൈറ്റും ബ്രൈറ്റും. നമ്മളെ അടുത്തുള്ള ലൈറ്റാ. രണ്ടു വശവും പാറ തുരന്നുണ്ടാക്കിയേക്കണ റോഡാണ്. ഒരുപാട് പാറ ഇവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഈ ചില സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി പോകുമ്പോൾ വേറെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഫുള്ള് പാറയാണ് 2 സൈഡ്. അവിടെ ഇപ്പോഴും ക്വാറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ബാംഗ്ലൂരിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ പരന്ന പ്രദേശങ്ങൾ, അതിനിടയ്ക്ക് ഇങ്ങനത്തെ വലിയ വലിയ മലകൾ, പാറകൾ കണ്ടോ. ഇത് 2 സൈഡ് ഫുൾ പാറയാണ്. വലതുവശത്ത് മണ്ണെന്ന് പറഞ്ഞ സാധനമില്ല. ഇടിഞ്ഞു വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ഉള്ള ഹൈവേ ഒക്കെ ആ കാസർഗോഡ് സൈഡൊക്കെ ഇടിയോ എന്നുള്ള പേടിയാണ്. കാരണം ജസ്റ്റ് സിമെൻറ്റ് കൊണ്ടത് പ്ലാസ്റ്റർ ചെയ്ത പോലത്തെയാണ് റോഡിൻ്റെ സൈഡ് മുഴുവൻ. നല്ല ഹൈറ്റിലാണ്. അതിന് മുകളിൽ കൂടി സർവീസ് റോഡ് പോലെ പോകുന്നു. ചില സ്ഥലത്തൊക്കെ മഴയത്തൊക്കെ ഇടിയൊക്കെ ചെയ്ത് നമ്മൾ ന്യൂസ് വായിച്ചാണല്ലോ. ബാംഗ്ലൂരിലെല്ലാം ഇങ്ങനെയുള്ള പാറകളുണ്ട്. ഒരുപാട് പാറകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസുമാണ്. അതായത് ട്രക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ്. ഈ എല്ലാ പാറയുടെ മുകളിലും എന്തെങ്കിലും ചെറിയൊരു അമ്പലം ഉണ്ടാവും. പക്ഷേ അത്ര ഫേമസ് ആയിരിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എത്തിപ്പെടാൻ കുറച്ചുകൂടി പ്രയാസമുള്ള സ്ഥലങ്ങളായിരിക്കും. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഇവർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് നടത്തിക്കൊണ്ട് പോകുന്നു. സാവൻ ദുർഗ അല്ലെങ്കിൽ SR ബെട്ട എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൊരു കാര്യം. കാരണം ഉച്ചയ്ക്ക് പോകാൻ നിന്നാൽ നല്ല വെയിലായിരിക്കും, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൻ്റെ കാലാവസ്ഥയിൽ. അപ്പോൾ ഏറ്റവും രാവിലെ പോവുക. എത്ര മണിക്കാണ് എൻട്രി, അപ്പോൾ പോവുക, കയറുക, ഇറങ്ങുക. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. ഫ്രണ്ടിൽ മുഴുവൻ പാറകളാണ്, അതെല്ലാം പാറയാണ്. സാവൻ ദുർഗ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പാറയാണ്. അതായത് മോണോലിത്ത് അങ്ങനെ എന്തോ ആണ് പറയുക. പല പല പാറകളല്ല, ഒരു വലിയ പാറ, ഒരു സിംഗിൾ പാറയാണ് അത്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് സാവൻ ദുർഗ ഹൈക്കിംഗ് ഒന്നും പോസിബിൾ അല്ല. ഫിറ്റായിട്ടുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ ഒരു പ്രായം കഴിഞ്ഞാൽ കേട്ടോ. അതായത് 40 വയസ്സ് വരെയൊക്കെ കുഴപ്പമുണ്ടാവില്ല, എങ്ങനെയും പിടിച്ച് കയറാമെന്ന് വിചാരിക്കാം. പക്ഷേ ഹെൽത്തി അല്ലെങ്കിൽ അതും പറ്റില്ല. 40 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഫിറ്റായാലും മാത്രമേ സാവൻ ദുർഗ ട്രെക്കിംഗ് ഒക്കെ നടക്കത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കേട്ടോ. കാരണം അമ്മാതിരി ചെരുവാണ്. അപ്പോൾ നമുക്ക് നടന്ന് കയറാൻ പറ്റില്ല, പെട്ടെന്ന് ടയേർഡാവും. കയറുന്ന പോട്ടെ, ഇറങ്ങലും ബുദ്ധിമുട്ടായിരിക്കും. ഇറങ്ങാനും കാലിന് നല്ല സ്ട്രെങ്ത് വേണം.
അങ്ങനെ എക്സ്പ്രസ് ഹൈവേ തീർന്നു. ആറില്ല മിക്കവാറും നമ്മളിവിടെ കൊടുക്കും. നമുക്ക് നോക്കാം. BH ആണ് ഓൾറെഡി കാണാം. അത് റീഡായി. നമ്മുടെ റീഡാകുമോ? നമ്മൾ ഇവിടുന്ന് നേരെ പോയാൽ മതി. നമ്മൾ നോർമലി രാവിലെ വരുന്ന സമയത്ത് നമ്മൾ നേരെയുള്ള റൂട്ടിൽ തന്നെ വരാറ്. പക്ഷേ നിലവിൽ ട്രാഫിക്ക് ചിലപ്പം കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഒരു ടോളും കൂടി കൊടുത്താണ് പോകുന്നത്. ഗ്യാരണ്ടി ഒന്നുമില്ല ബാംഗ്ലൂർ ആയതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ സാധാരണ പോകാറ് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകും. ഒരു ട്രക്ക് വരുന്നുണ്ട് വീട്ടിൽ. നോക്കാം. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഇതിലേ കൂടി ഒരു ട്രെയിൻ പോകുമായിരുന്നെങ്കിൽ അടിപൊളി ഒരു ഷോട്ട് കിട്ടിയാണ്. ട്രെയിനില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു റെയിൽ പാളമാണ്. ദേ കാറ്റാടിയുടെ ചിറക്. പക്ഷെ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഈ സാധനം കാണുമ്പോൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിമാനത്തിൻ്റെ എന്തോ സാധനമാണ്. ഗ്രീൻ ലൈൻ ആണോ? എല്ലാ ബസ്സും കൂടെ അങ്ങോട്ടേക്ക് അടിച്ച് അവിടെ ഫുള്ള് ബ്ലോക്കാക്കി വെച്ചേക്കും. അതാറട്ടെ. വെയിറ്റ് ചെയ്യണേ. ഒരു ടാക്സി വരുന്നുണ്ട്. പോട്ടെ. ദ റിയാലിറ്റി ഓഫ് ബാംഗ്ലൂർ സിറ്റി. നമ്മളിനി ഇങ്ങനെ തജ്ജം തകജം എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ ആവേശം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആവേശം കാണിച്ചാൽ നമുക്ക് തന്നെ പണി കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഓടിച്ചാൽ അവനോടുള്ള ദേഷ്യത്തിൽ നമ്മൾ അവനെ പിടിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ പുറകെ പോകാനോ നിന്നാൽ നമ്മൾ വേറെ വണ്ടിക്ക് പോയി കയറും. അവസാനം നമ്മൾ ആകാശം നോക്കിയിരിക്കേണ്ടി വരും. അപ്പം ക്ഷമ പഠിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ് ബാംഗ്ലൂർ ട്രാഫിക്.